എൻ്റെ പേര് ഗഫൂർ. ഞാൻ വെമ്പായം പഞ്ചായത്തിൽ തേക്കട വില്ലേജിൽ ചീരാണിക്കൽ എന്ന സ്ഥലത്താണ് ഞാൻ ഈ ഫാം കൾച്ചക്ക് ഓർഗാനിക് ഫാം എന്നൊരു ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഫാം നടത്തുന്നുണ്ട്. ഇത് ചെയ്തു വരുമ്പോൾ നല്ലൊരു രീതിയിൽ ചെയ്ത് വേണമെങ്കിൽ ഒരു 8 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞ് എങ്ങനെയെങ്കിലും വരും. എങ്ങനെയാലും 8 ലക്ഷം രൂപ വരും. ഇത് ഇന്നലെ വിരിഞ്ഞ പൂവാണ്. നമുക്ക് കറക്റ്റ് 30ൻ്റെ അന്ന് നമുക്ക് കാ പറിക്കാൻ പറ്റും. കറക്റ്റ് ഇത് അതായത് ഇന്നിപ്പോൾ 10 തീയതിയാണെങ്കിൽ 10, 11, 12 3 ദിവസമായിരിക്കും ഇതിൻ്റെ ചെറിയ മൊട്ടുകൾ വരുന്നത്. അടുത്ത മാസം 12, 13, 14 തീയതിയിൽ നമുക്ക് ഇതിന് കാ പറിക്കാൻ പറ്റും. എല്ലാവരും ഒരു 3 ഏക്കറെങ്കിലും ഉള്ളവർ ഒരു കോൾഡ് സ്റ്റോർ മസ്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഒരു 5 ടണ്ണെങ്കിലും സെറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ കോൾഡ് സ്റ്റോറിൻ്റെ ഇവിടെ നമ്മൾ വാഷ് ചെയ്യുന്നു. ഇതിൽ നമ്മൾ വാഷ് ചെയ്യുന്ന പഴം വാഷ് ചെയ്യുന്നു. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ നേരെ ട്രെയിലിന് വേണ്ടി ഇതിനകത്ത് ഇടുന്നു. ഇവിടെ നിന്ന് നമ്മൾ പേക്ക് സോട്ട് തിരിച്ച് ഇത് കംപ്ലീറ്റ് സോട്ട് സെക്ഷനാണ്. ഇത് നമ്മൾ തിരിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ അതിനെ പേക്ക് ചെയ്ത് ഇതിനകത്ത് കയറ്റി നമ്മൾ ഇവിടെ തന്നെ വെക്കുകയാണ്. അന്നത്തോടെ ദിവസം ഇത് നമ്മൾ സെയിൽ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള സാധനം നേരെ നമ്മൾ കോൾഡ് സ്റ്റോറിനകത്തോട്ട് കയറ്റും. ഗഫൂർ കാ ദോസ്ത്, പുരാവസ്തുക്കളും ഡ്രാഗൺ പഴങ്ങളും. തിരുവനന്തപുരം വെമ്പായം തേക്കടിയിൽ 25 കൊല്ലം പ്രവാസ ജീവിതം നയിച്ച അബ്ദുൾ ഗഫൂർ മണലാരണ്യത്തിലും മനസ്സിൽ ഒളിമങ്ങാതെ കാത്തുസൂക്ഷിച്ച 2 ഇഷ്ടങ്ങളാണ് പുരാവസ്തു ശേഖരവും ഫലവർഗ കൃഷിയും. മനസ്സിൽ പേറിയ ഈ 2 ഇഷ്ടങ്ങളും ഇന്ന് മികച്ച രീതിയിൽ സഫലമാക്കിയ സന്തോഷത്തിലും സായുജ്യത്തിലുമാണ് ഈ പ്രവാസി. പുരാവസ്തുക്കളുടെ അപൂർവ ശേഖരമാണ് ഗഫൂറിന്റെ പക്കലുള്ളത്. വീടിനുള്ളിലും വീടിനോട് ചേർന്നും ഈ പുരാവസ്തുക്കളെല്ലാം സൂക്ഷിക്കാനുള്ള സംവിധാനവും ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. വീട്ടിൽ നിന്നും മാറി മറ്റൊരു 11 ഏക്കറിലാണ് കൾച്ചക്ക് ഓർഗാനിക് ഫാംസ് എന്ന പേരിൽ മനസ്സിൽ സൂക്ഷിച്ച മറ്റൊരു സ്വപ്നം യാഥാർത്ഥ്യമായത്. ഡ്രാഗൺ പഴച്ചെടികളും അബിയുവും അവക്കാഡോയും ഒക്കെ ഫലസമൃദ്ധി ചൊരിയുന്ന സ്വർഗതുല്യമായ കൃഷിയിടം. പുരാവസ്തു സ്നേഹം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പണ്ടുകാലത്ത് വെളിച്ചെണ്ണയാട്ടിയിരുന്ന കൾച്ചക്കിന്റെ പേരാണ് ഈ ഫാമിന് പിടിക്കുന്നത്. നമ്മളെ ഫാമിൻ്റെ പേര് കൾച്ചക്ക് എന്നാണ്, കൾച്ചക്ക് ഓർഗാനിക് ഗാർഡൻ. പക്ഷേ ഇത് ഒരു പഴയൊരു വസ്തു ആയതുകൊണ്ട് അത് നമ്മൾ കളയാതെ അതിന് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ പേരിട്ടത്. വലിയൊരു കളക്ഷൻ, ഈ പുരാവസ്തുവിൻ്റെ കളക്ഷനോട് ഉള്ളതുകൊണ്ട് ഇതിനെ കളയാതെ വെച്ചു. അതിനെ കൾച്ചക്കെന്ന് പേരും കൊടുത്തു ഫാമിന്. കുണ്ടും കുഴിയും കാടും പടലുമായി കിടന്ന ഈ പ്രദേശം ഇന്ന് പ്ലാറ്റ്ഫോം തിരിച്ച് മികച്ച കൃഷിയിടമാക്കിയിരിക്കുകയാണ് ഗഫൂർ. 4 വർഷം മുമ്പ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയ ഗഫൂറിന് താങ്ങും തണലുമായി കൃഷി വകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും ഒപ്പമുണ്ടായിരുന്നു. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ഹെക്ടറിൽ കൃഷി വിപുലീകരിക്കുന്നതിന് ധനസഹായവും ഗഫൂറിന് ലഭിച്ചു. കൃഷി വകുപ്പിൻ്റെ ഹോർട്ടിക്കൾച്ചർ സെക്ഷനിൽ നമുക്കൊരു 60,000 രൂപ മുകളിൽ വേണ്ടി കിട്ടുന്നത് ആദ്യം എനിക്ക്. പിന്നെ ഇവിടെ നിന്ന് ഒരു 10,000-50,000 തന്നിട്ടുണ്ട്. പിന്നെ ഫെൻസിലിനൊക്കെ ചെന്നൊക്കെ എനിക്ക് നല്ല സഹായം കിട്ടി. പിന്നെ അവിടെ നിന്നുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നല്ല നിർദ്ദേശങ്ങളായിരുന്നു. അത് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അവർക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ അവർ ചെയ്തു തരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ മലേഷ്യൻ റെഡ് എന്ന ഇനമാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. സീസണായാൽ പിന്നെ വിളവെടുപ്പിൻ്റെയും വിൽപ്പനയുടെയും തിരക്കുകളാണിവിടെ. ഇതിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തന്നെ കൊടുക്കുന്നത്. സാധനം തവയാറില്ല. എന്നാലും എനിക്ക് കഴിഞ്ഞ വർഷം ബഹ്റൈനിലൊരു എക്സ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ വേറെ ലൈസൻസിന് വേണ്ടി അയച്ചായിരുന്നു. ഒരു മാന്യമായ റേറ്റൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ അയക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് വന്ന ആൾക്കാർ ടണ്ണേജ് അനുസരിച്ച് കൊണ്ടുപോകാറുണ്ട്. അവരും നല്ലൊരു സഹായം നമ്മൾ ചെയ്യാറുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ നമ്മൾ മനുഷ്യത്വപരമായിട്ട് അവർ ചെയ്യാറുണ്ട്. നമ്മളോട് അങ്ങോട്ട് കാണിക്കാറുണ്ട്. പിന്നെ ഇവിടെ റീറ്റെയിലായിട്ട് കൊടുക്കാറുണ്ട്. അതങ്ങനെ കുറേ പോവും. ബാക്കിയെല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ കൊടുക്കുന്നത്. എല്ലാം കൂടെ പോകുന്ന ടണ്ണേജ് കണക്കാണ് പോകുന്നത്. ഒരു ടണ്ണ് 1 ടണ്ണ് 500 കിലോ 500 കിലോക്കാണ് പോകുന്നത്. പ്ലാറ്റ്ഫോം ഒരുക്കുന്നത് മുതൽ വിളവെടുക്കുന്നതുവരെ മികച്ച ശ്രദ്ധയും പരിചരണവും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് അനിവാര്യമാണ്. നമ്മൾ തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വലിയൊരു ഘടകമുണ്ട്. ഈ ഫംഗസ് വരുന്നതിലും മറ്റുള്ള കാബലം കുറയുന്നതിലും മറ്റുള്ളൊക്കെ വലിയൊരു ഘടകമുണ്ട്. എപ്പോഴും നമ്മൾ ഇതിൻ്റെ തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക. നമ്മളെല്ലാം ആരും ഒരു 10 തൈ വെച്ചവരായാലും ശരി അതിൻ്റെ മൂട് വൃത്തിയാക്കി സൂക്ഷിക്കുക. തോട്ടം വൃത്തിയായി സൂക്ഷിച്ച് കഴിഞ്ഞാൽ മറ്റുള്ള അസുഖങ്ങളും വരും. കാരണം ഈ പുല്ല് പിടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് പറയുന്ന പക്കിയും വണ്ടും
ഇതൊക്കെ വന്നിട്ട് ഇതിൽ പിടിക്കും. അതായാലും മുട്ടയിട്ട് ഫംഗസ് അങ്ങനെയൊക്കെ കൂടെ ഏറ്റവും കൂടുതൽ ഫംഗസ് ഉണ്ടാവുന്നത് അങ്ങനെയാണ്. എങ്കിൽ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ മൂട് മൊത്തം ഉറപ്പിക്കുകയും ബാക്കി മെഷീൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. 10 അടിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം ഇതിൻ്റെ ഈ ഒരു ഇത് 10 അടി നീളം 10 അടി വീതിയാണ് ഇതിൻ്റെ ഒരു തൈ നിൽക്കേണ്ട ഒരു ക്യാപ്പ് എന്ന് പറയുന്നത്. കാരണം ഇല്ലെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ തല തട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊണ്ട് പോകാൻ നോക്കില്ല. അപ്പോൾ എപ്പോഴും ഒരു 3 മീറ്റർ 10 അടി ഒരു ക്യാപ്പ് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം എപ്പോഴും. ഇത് തൈ നട്ടത് 8 അടി പോസ്റ്റാണ്, 7.25 8 അടി പോസ്റ്റാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ 4ക്ക് 4 4 ഇഞ്ച് കനം 4 ഇഞ്ച് വീതിയാണ് ഇതിൻ്റെ സൈസ് എന്നുള്ളത്. 8 അടി പൊക്കം ഉണ്ടാവും. ഒരു 2-2.5 അടി സാധനം കുഴിച്ചിടും. കാരണം ഇതൊരു 300-350 കിലോ വെയിറ്റ് വരും കുറച്ച് നല്ല ഈടാകുമ്പോൾ. അപ്പോൾ ഇത് സർവ്വസ്വമായിട്ട് ഇതിനൊരു പ്രശ്നം മറിഞ്ഞ് കളയും, ഇത് ഒടിഞ്ഞ് കളയും. അപ്പോൾ അത് വല്ലതായിരിക്കാനായിട്ട് ശരിക്കും ഇത് 2.5 അടിയും കുഴിച്ചിട്ട് നിർത്തിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളില്ല നിൽക്കും. ഇത് നമ്മൾ 4ക്ക് 4 പോസ്റ്റിൽ 12 mm കമ്പിയാണ് ഇട്ടിരിക്കുന്നത്. കാരണം പോസ്റ്റ് വാർക്കുമ്പോൾ തന്നെ ഇതിനകത്തൂടെ പൈപ്പ് വെച്ചിരിക്കും. എന്നിട്ട് ഇത് നമ്മൾ കമ്പിയിട്ട് കെട്ടി നിർത്തലാണ്. നമ്മൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ വരുന്ന സ്റ്റമ്പുകൾ നമ്മളിങ്ങനെ പിടിച്ച് അങ്ങോട്ട് വിട്ടിട്ട് ഇത് മറിയാതെ നിൽക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. പൊതുവെ മൊത്തത്തിൽ കൂടുതലാകുമ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടവർ ഇങ്ങനെ ഒരു കാര്യം ഈ പൊടിച്ച് വരുമ്പോൾ തന്നെ ഒരു കയർ പിടിച്ച് കെട്ടി 4 സൈഡിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇതിന് ഒരു ബാലൻസ് ഉണ്ടാവും. ഇത് 4 തൈയാണ് നമ്മൾ വെക്കുന്നത്. ഒരു പോസ്റ്റ് 4 തൈ. ഈ 4 തൈ വെച്ചുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ 4 സൈഡ് ഒരുപോലെ വെയിറ്റ് താങ്ങാൻ പറ്റും. ഈ ഒരു തൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മുകളിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മറിഞ്ഞ് തിരിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഇത് ആദ്യം വരുന്ന തൈകൾ നേരെ വെട്ടിവിടുക. ഇതൊക്കെ കട്ട് ചെയ്ത് കളയുന്നതാണ്. ഒരിക്കലും ഇതിൽ നിന്ന് പൊടിച്ച് വരാൻ താമസിക്കരുത്. ഇത് സിംഗിൾ തന്നെ വിടണമല്ല. ഇതിൻ്റെ മുകളിൽ വന്ന ശേഷം മാത്രമേ സ്പ്ലഡ് ഇതിങ്ങനെ ആയതിന് ശേഷം മാത്രമേ ഇത് കമ്പ് മുറിക്കാൻ പാടുള്ളൂ. താഴെ നമ്മൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഗ്രോത്തായി പോവുകയും ചെയ്യും, അത്ര ഈൽഡും കുറയും. നമുക്ക് തൈ വാങ്ങിക്കുന്ന നമ്മൾ 8 ഇഞ്ച് തൈ നമ്മൾ വാങ്ങിക്കുമ്പോൾ 8 ഇഞ്ചേ കാണുള്ളൂ. അത് 7 ഇഞ്ച് 8 ഇഞ്ച് കാണും. അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ സ്റ്റമ്പ് എന്ന് പറഞ്ഞ സാധനം ചെറുത് ഇതാണ് തൈ. ഇത് ഇത്രേ കിട്ടുള്ളത്. പിന്നെ അവിടെ പൊടിച്ചതാണിത്. ഇങ്ങനെ കിട്ടുള്ളൂ. ഇതിന്ന് വരുന്നത് 4 തൈയാണിത്. ഈ 4 സൈഡിൽ ഓരോന്ന് വയ്ക്കും നമ്മൾ. ഈ 4 തൈയിൽ നിന്ന് വരുന്ന ഇതിവിടെ വന്നതിന് ശേഷം മാത്രമേ ടയറിൻ്റെ അടി സൈഡ് വന്നാൽ മാത്രമേ പിന്നെ അങ്ങോട്ട് മുകളിലിട്ട് വെട്ടാൻ കംപ്ലീറ്റ് വിട്ടുകൊടുക്കുക. അതിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. ഇതിൻ്റെ അടിയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ശരിക്കും വെയിറ്റ് ആവും. ഇത് കംപ്ലീറ്റ് മുകളിൽ വരുമ്പോൾ ശരിക്ക് വെയിറ്റ് കൊണ്ട് താങ്ങാതെ ചില പോസ്റ്റ് ഒടിയാനോ മറിയാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ 1 ഏക്കറിലൊരു 350 തൈ നമുക്ക് നടാൻ പറ്റും. ഇത് ചെയ്ത് വരുമ്പോൾ നല്ലൊരു രീതിയിൽ ചെയ്ത് വേണമെങ്കിൽ ഒരു 8 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞ് എങ്ങനെയെങ്കിലും വരും. എങ്ങനെയായാലും 8 ലക്ഷം രൂപ വരും. ഇതിന് പോസ്റ്റ് എന്ന് പറയുന്നത് 900 രൂപയോളം അടുപ്പിച്ച് വരും. കാരണം ഇത് 4ക്ക് 4 പോസ്റ്റാണ്, 8 mm കമ്പിയാണ്, 8 റിങ് വേണം, 8 അടി പൊക്കം വേണം. അപ്പോൾ ആൾമോസ്റ്റ് നമുക്ക് കണക്ക് കൂട്ടി നോക്കാമെന്നുള്ളേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു 70 ടണ്ണോളം ഇതിനകത്ത് കിട്ടി. മൊത്തത്തിൽ മുകളിൽ ഒഴിച്ചിട്ട് കാരണം മുകളിൽ ഇപ്പോൾ രണ്ടാം വെച്ച് ചെയ്താണ്. അപ്പോൾ അതിനകത്ത് വലിയത് കിട്ടിയില്ല. എന്നാലും എനിക്കൊരു 70 ടണ്ണോളം ആവറേജ് എനിക്ക് കിട്ടി. മൊത്തം ഒരു 70-80 ടണ്ണോളം കിട്ടി. മാന്യമായ റേറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കുഴപ്പമില്ലായിരുന്നു. പ്രാവശ്യം സ്റ്റാർട്ടിംഗ് ആണ്. ചില മഴയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ അതിനൊരു ഉദാഹരണങ്ങൾ. വെയിലിൻ്റെ ഒരു അവസ്ഥയാണിത്. ഇത് ഇന്നലെ വിരിഞ്ഞ പൂവാണ്. നമുക്ക് കറക്റ്റ് 30-ൻ്റെ അന്ന് നമുക്ക് കാ പറിക്കാൻ പറ്റും. കറക്റ്റ് ഇത് അതായത് ഇന്നിപ്പോൾ 10 തീയതിയാണെങ്കിൽ 10, 11, 12 3 ദിവസമായിരിക്കും ഇതിൻ്റെ ചെറിയ മൊട്ടുകൾ വരുന്നത്. അടുത്ത മാസം 12, 13, 14 തീയതിയിൽ നമുക്ക് ഇതിൻ്റെ കാ പറിക്കാൻ പറ്റും. അപ്പോൾ 3 ദിവസം ഒരു മാസത്തിൽ 3 പ്രാവശ്യം ഇതിൻ്റെ മൊട്ട് വരികയും 3 പ്രാവശ്യം കാ പറിക്കാനും സാധിക്കും. അങ്ങനെ ഒരു പക്ഷേ നമുക്ക് ഏതാണ്ട് ഒരു മാസത്തിൽ 5 പ്രാവശ്യം വെച്ചിട്ട് ഒരു 15 പ്രാവശ്യം നമുക്ക് ഇതിന് കാ പറിക്കാൻ പറ്റും. 2 ഏക്കറിൽ കൂടുതൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ പാക്ക് ഹൗസ് സംവിധാനവും കോൾഡ് സ്റ്റോറേജും നിർബന്ധമായും സജ്ജീകരിക്കണമെന്ന് ഗഫൂർ നിർദ്ദേശിക്കുന്നു. എല്ലാവരും ഒരു 3 ഏക്കറെങ്കിലും ഉള്ളവർ ഒരു കോൾഡ് സ്റ്റോർ മസ്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഒരു 5 ടണ്ണെങ്കിലും സെറ്റ് ചെയ്യുക. കാരണം ചില സമയത്ത് കാലാവസ്ഥയൊക്കെ നമുക്ക് അനുയോജ്യമല്ല വന്നാൽ നമ്മൾ ഒരു പണി കിട്ടിപ്പോവും. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു കോൾഡ് സ്റ്റോർ ഒരു അഡ്വാൻറ്റേജാണ് വെക്കുക. എനിക്ക് ആദ്യം ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ അത് ഞാൻ അതിൽ നിന്ന് ഒരു പാഠം പഠിച്ചു. ഇപ്പോഴും അബദ്ധം പറ്റി. നമ്മൾ ജനറേറ്റർ ഇല്ലാത്തത് കൊണ്ട് ഒരു അബദ്ധം എനിക്ക് പറ്റി. അതോടെ 3 ടൺ വെള്ളം പോയി എന്നാണ് വിശ്വാസം. കണക്കെടുത്ത് നോക്കിയിട്ടില്ല. ഈ 4 ദിവസം മഴയും കാറ്റും എല്ലാം വന്നിട്ട് കുറേ സാധനം നശിച്ചു പോയി. അതുകൊണ്ട് കുഴിച്ചിടേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ജനറേറ്ററും ഇതും അത്യാവശ്യമാണ്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ മികച്ച സംഭരണശേഷിയുള്ള പാക്ക് ഹൗസും കോൾഡ് സ്റ്റോറേജും
കൽച്ചക് ഫാമിൽ സജ്ജമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇൻ കേസ് നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി സാധനം നമ്മൾ നേരെ കോൾഡ് സ്റ്റോറിനകത്തോട്ട് നമ്മൾ ഇതാക്കും ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ കോൾഡ് സ്റ്റോറിൻ്റെ പ്രോസസ് ഇവിടെ നമ്മൾ വാഷ് ചെയ്യുന്നു. ഇതിൽ നമ്മൾ വാഷ് ചെയ്യുന്ന പഴം വാഷ് ചെയ്യുന്നു. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ നേരെ ട്രെയിലിന് വേണ്ടി ഇതിനകത്ത് ഇടുന്നു. ഇവിടെ നിന്ന് നമ്മൾ പാക്ക് സോട്ട് തിരിച്ച് ഇത് കംപ്ലീറ്റ് സോട്ട് സെക്ഷനാണത്. ഇത് നമ്മൾ തിരിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ അതിനെ പാക്ക് ചെയ്ത് ഇതിനകത്ത് കയറ്റി നമ്മൾ ഇവിടെ തന്നെ വെക്കുകയാണ്. അന്നത്തോടെ ദിവസം ഇത് നമ്മൾ സെയിൽ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള സാധനം നേരെ നമ്മൾ കോൾഡ് സ്റ്റോറിനകത്തോട്ട് കയറ്റും. പിന്നെ 10 ടണ്ണിൻ്റെ കപ്പാസിറ്റി നമുക്ക് ഏതാണ്ട് ഒരു 20-25 ദിവസത്തോളം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിനകത്തിരിക്കും. പിന്നെ ഇതിൻ്റെ നമ്മൾ 8-ലാണ് ഇത് ഓഫ് ആവുന്നത്. 12-ൽ സ്റ്റാർട്ടാവും. കട്ട് ചെയ്യുന്ന കട്ട് 8-ലാവും, 12-ൽ സ്റ്റാർട്ടാവും. അപ്പോൾ ഇതിന് സ്റ്റെബിലൈസർ വെച്ചിട്ടുണ്ട്. ഒരു 30 കിലോവാട്ട് സ്റ്റെബിലൈസർ വെച്ചിട്ടുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ വൻതോതിൽ ഒരേ സമയം പാകമാകുന്ന ഡ്രാഗൺ പഴങ്ങൾ 1 മാസത്തോളം സൂക്ഷിക്കാനും ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം വിൽപ്പന നടത്താനും ഈ സംവിധാനത്തിലൂടെ സാധ്യമാകുന്നു. മലേഷ്യൻ റെഡിന് പുറമെ 15 ഇനം ഡ്രാഗൺ ഫ്രൂട്ടും ഇവിടെ വളരുന്നുണ്ട്. മിസ്റ്റർ ഓ ഇത് എല്ലാം അതാണ് HP ഹാൻഡ് പോളിനേഷൻ അല്ല. ഇത് ശരിക്കും പൂവും കിട്ടി ശരിക്കും കായും കഴിയും. ശരിക്കും കഴിക്കുന്നത് നല്ല വലിയ കായാണ്. ഏതാണ്ട് ഒരു 700 ഗ്രാം വരെ കാണും. അതുപോലെയാണ് ഈ സാധനം മെക്സിക്കൻ റെഡ്. ഇത് മെക്സിക്കൻ നല്ല പഴമാണ്, നല്ല ടേസ്റ്റും ഒരു പ്രത്യേക പുളി കൂടിയൊരു അവസ്ഥയാണ്. ഇത് മെക്സിക്കൻ റെഡ്. ഇത് ഒറിജിനോ. ഇതും നല്ലൊരു വെറൈറ്റിയാണ്. വലിയ ചെറിയ കായായിരിക്കും. അതൊരു 200-250 പക്ഷേ നല്ല പുളിപ്പ് കൂടുതലാണ്. മറ്റേ പഴത്തിനെ അപേക്ഷിച്ച് കുറച്ച് മധുരവും പുളിപ്പും കൂടിയ സാധനമാണ്. കുഞ്ഞു കായ ചെറിയ കായായിരിക്കും. ഒരു 200-300 ഗ്രാമേ കാണുള്ളൂ. ശരിക്കും നിറച്ച് കായ്ക്കുകയും ചെയ്യും. ഇത് നല്ലൊരു വയലറ്റ് കളർന്നൊരു ചുവപ്പാണ്. ഇതാണ് മിസ് അർമോണ്ട. ഇതും വലിയ കുഴപ്പമില്ല. ഒരു വേറെ കളറാണ്. എൻ്റെ പൂവും കണ്ടില്ലേ, ഒരു വേറെ വെറൈറ്റിയാണ്. ഇത് റോയൽ റെഡ്. ഇതും കുഴപ്പമില്ലാത്ത ഒരു ടേസ്റ്റുള്ള ഒരു വെറൈറ്റി കായാണ്. ഇതിൻ്റെ പൂ നല്ല പ്യൂർ വൈറ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതിൽ ഒരു റെഡ് കളർന്ന പൂവാണ്. നല്ല വലിയ കായാണ്. ഇതും അത് തന്നെയാണ്. ഇത് അതിൻ്റെ പൂ ഇതാണ്. ഇത് നല്ല പ്യൂർ വൈലറ്റ് ആയിരിക്കും. അസുന്ദര 5. കുന്നിൻ ചെരുവുകളിൽ നിരനിരയായി നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകൾക്കിടയിൽ കേരളീയ ചാരുതയിൽ ഒരു ഫാം ഹൗസും ഗഫൂർ ഒരുക്കിയിട്ടുണ്ട്. വരും വർഷങ്ങളിൽ ഇവിടെ ഫാം ടൂറിസത്തിനും സൗകര്യമൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗഫൂർ. ഗഫൂറിനെ പോലെ ഒട്ടനവധി പ്രവാസികളുടെ കൃഷി സ്വപ്നങ്ങൾ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതികളിലൂടെ യാഥാർത്ഥ്യമാകുന്നത് കാർഷിക മേഖലയിലെ വിജയപ്രതീക്ഷകളാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 39 22 42 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.